പെർ ഡേ ഒരു 6000-7000 ഒക്കെ പൊട്ടിക്കാൻ കയ്യിൽ കാശുണ്ടെങ്കിൽ ഇവിടെയൊക്കെ വന്ന് അടിച്ച് പൊളിച്ച് അങ്ങ് ലക്ഷറിയസ് ആയിട്ട് താമസിക്കാം ഗൈസ്. ഫുഡൊക്കെ സെപ്പറേറ്റ് ആണ്, ബട്ട് പൈസ വർത്തിയായിട്ട് തോന്നി. നല്ല ആംബിയൻസ് ആണ് ഇവിടെ ഉള്ളത്. 2 bedroom പ്ലസ് ടെറസ് നമുക്ക് അക്സസിബിൾ ആണേ. കണ്ടപ്പോൾ ഞാൻ വെച്ചു റൂംസ് ഇത്തിരി കുട്ടിയായിരിക്കുന്ന വിചാരിച്ചേ, ബട്ട് ഇല്ല അല്ലേ. അബി ഇഷ്ടമായോ അബി? അത് മറ്റേ പഴയ ട്വീറ്റിനെ പോലെ ഇരിക്കുന്നത്. ട്വീറ്റിയാണോ ഇത്? ലൂണി ട്യൂൺസിലുള്ള അപ്പൂപ്പ അമ്മയ്ക്ക് ജാമ്പയ്ക്ക് കുറച്ച് തന്നുണ്ടോ? ഇതെവിടെ? അത് നമ്മുടെ ഈ വില്ലയുടെ ഫ്രണ്ടിലെ മരത്തിലുണ്ട്. നോക്കിയേ, കണ്ടോ? ജാമ്പയ്ക്കുണ്ടോ? അതെന്താന്ന് എനിക്ക് അറിയാൻ വയ്യ. അത് ഞാൻ വന്നപ്പോൾ അപ്പൂപ്പനോട് ചോദിച്ചു, അപ്പൂപ്പൻ അറിയില്ല. വില്ലയുടെ ഫ്രണ്ടിലായിട്ട് ഒരു ചാമ്പ മരം വരുന്നുണ്ട്. ആലക്കുടി ആനമല റോഡാണ് കേട്ടോ. ഷോളയാർ ഫോറസ്റ്റ് റേഞ്ചിൻ്റെ കീഴിലാണ്. അടുത്ത് വൃന്ദാവൻ റെസ്റ്റോറൻറ്റ് ഉണ്ട്. റെസ്റ്റോറൻറ്റിൻ്റെ തന്നെയാണ് വില്ലാസ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് കേട്ടോ. അത്യാവശ്യം നല്ല ലക്ഷറീസ് ആണ്. ടെറസ് ഉണ്ടല്ലേ? ഫസ്റ്റ് നമുക്ക് റൂം നോക്കാം. റൂം ചെക്ക് ഇൻ ചെയ്തിട്ട് അപ്പോൾ നമുക്ക് റൂംസൊക്കെ ഒന്ന് കാണാം. ഫുൾ ഒരു എസ്തെറ്റിക് വൈബ് വരുന്ന രീതിക്കുള്ള ലൈറ്റിങ്സ് ഒക്കെയാണ് അകത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതെൻ്റെ മോനും അച്ഛനും വേണ്ടിയിട്ട് എടുത്ത റൂമാട്ടോ. കബോർഡൊക്കെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. വൈറ്റ് വാൾസിന് അത്യാവശ്യം നല്ലൊരു ഓറഞ്ച് കർട്ടൻസ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് കറക്റ്റായിട്ടൊന്ന് മാഷപ്പായിട്ട് നിൽക്കും. ഫുള്ളി ഒരു ഓറഞ്ച് യെല്ലോയിഷ് ഷെയ്ഡാണ് റൂം ഫുള്ളായിട്ട് വരുന്നത്. മേക്കപ്പ് മിററൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഞങ്ങളുടെ ബെഡ്റൂം കാണിക്കാം. സെയിം തന്നെയാണ്. TV യൂണിറ്റ് ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ ഹാളിൽ. ഈവനിങ് ആയപ്പോൾ ഞങ്ങളൊന്ന് ചായയൊക്കെ കുടിക്കാൻ ഇറങ്ങി കേട്ടോ. ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ഹാങ്ങിങ് ബ്രിഡ്ജിലൊക്കെ ഒന്ന് കയറണമെന്നുണ്ടായിരുന്നു, ബട്ട് അതെല്ലാം ക്ലോസ്ഡ് ആയിപ്പോയി. സോ ഇതിന് ശേഷം വല്ലാണ്ടങ്ങ് മൂഞ്ചി പോയി തന്നെ പറയാം. സോ അന്നത്തെ ദിവസം ഞങ്ങൾ അങ്ങ് ടോട്ടലി റെസ്റ്റ് എടുത്ത് ഗൈസ്. ഞങ്ങൾ ബെഡിൽ അങ്ങ് കിടപ്പായിരുന്നു. വാട്ടർഫോൾ വിശേഷങ്ങളൊക്കെ വരാൻ പോകുന്നതേ ഉള്ളൂ. സ്റ്റേ ട്യൂൺ ഗൈസ്. താങ്ക് യു. ബൈ.